മലവെള്ളം പോലെ ഞാനതില് കഴുത്തോളം മുങ്ങി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എനക്കതുമേല് ഒരു പിടിയില്ലാത്തതുപോലെ ഓർമ്മിച്ച് എന്റെ നെഞ്ചിൽ കൊള്ളാതെ ഇപ്പൊ പൊട്ടിപ്പോകുന്നു തോന്നാ. വേണ്ട, അധികം സംസാരിക്കണ്ട കേട്ടാ. വേണം, എന്നോടല്ലാതെ ആരോടാ ഞാനിതൊക്കെ പറയുക? 4 വയസ്സ് മുതലുള്ള ഓർമ്മകളാ. ഇറവെള്ളം വീഴുന്നതും നോക്കി ചുട്ട ചക്കക്കുറും തിന്ന് വീട്ടിന്റെ ഇറയത്തിരുന്നത്. മഴയത്തോലക്കുടയും ചൂടി അമ്മേന്റെ കൂടെ വയലിനൊഴിച്ചിങ്ങ പൊറുക്കാൻ പോയത്. 38 കൊല്ലം നീണ്ട നെയ്ത്തുപണി, ആറോം മില്ലിലെ സമരം, സഖാവ് കൃഷ്ണപിള്ളേന്റെ സ്റ്റഡി ക്ലാസ്, സ്റ്റേഡിയം ഗ്രൗണ്ടിലെ കർഷക സമ്മേളനത്തില് EM-നെ ആദ്യം കണ്ടത്, 57 മന്ത്രിസഭ, വിമോചന സമരം, AKG, അരുണ ആസഫ് അലി, 64 പാർട്ടി പിളർപ്പ്. അപ്പോ ഞാൻ ജോഷിന്റെ അമ്മേനെയും കൊണ്ട് മംഗലാപുരത്ത് വെന്റിലോക്ക് ആശുപത്രിയില. എന്റെ മടിയിൽ തലവെച്ച് കരഞ്ഞ ഓട് കണ്ണുവച്ചത്. പിന്നെ അടിയന്തരാവസ്ഥ, ജോഷിന്റെ നക്സലൈറ്റ് പ്രവർത്തനം, ഓന്റെ കുട്ടികള്, എന്റെ മോളൂട്ടി, ഓള് പോലും വലുതായി. എന്റെ മടിയില് ഇരിക്കാണ്ടായി. എന്നാലും അപ്പേട്ടിന് വിഷമിക്കാൻ ഒന്നുമില്ല. എന്തെല്ലാം അവനവനെ പറ്റി വിചാരിച്ചിട്ടുണ്ടാകുന്ന വിഷമം ഒരു കാലത്ത് എനക്കുണ്ടായിട്ടില്ല. എന്നാലും എല്ലാ കാലത്തും ഞാൻ വിഷമിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ പേരല്ലേ അപ്പേട്ട മനുഷ്യ സ്നേഹം? മനുഷ്യ സ്നേഹം അതൊക്കെ വലിയ വാക്കല്ലേ എന്താ? നമ്മളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് അങ്ങനെയൊന്നും ആലോചിക്കണ്ട. കുറച്ചു നേരം ഒറ്റയ്ക്ക് സഖാക്കളെ, അങ്ങനെയാണ് 1.5 മാസം മുമ്പ് ആറോൺ മില്ലിലെ 1200-ൽ പരം വരുന്ന തൊഴിലാളികൾ ഒരു സമരത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. 45 ദിവസത്തെ പട്ടിണി, പോലീസ് മർദ്ദനം, തെമ്മാടികളുടെ ആക്രമണങ്ങൾ, ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ട് നമ്മൾ ഇപ്പോഴും സമരം തുടരുകയാണ്. മലബാറിന്റെ ചരിത്രത്തിൽ ഇത്ര നീണ്ടതും ഇത്ര എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളതുമായ ഒരു സമരം
ഇതിന് മുമ്പുണ്ടായിട്ടില്ല. എന്നാൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമങ്ങൾ കൂടിക്കൂടി വരികയാണെന്ന് നാം മനസ്സിലാക്കണം. അടിയുറച്ചു നിന്നു പൊരുതും ഞങ്ങൾ പകലിരവെന്നും നെല്ലിൽ പണി ചെയ്യാൻ ഞങ്ങൾ വേണം. പണം സമ്പാദിക്കുവാനോ മുതലാളിമാർ വയലിലെ ചെളിങ്ങൾ ഇറങ്ങുവാൻ ഞങ്ങൾ വേണം. വയറു നിറയ്ക്കുവാനോ സുന്ദരന്മാർ സഖാവ് പി രാമമൂർത്തിയെ ഹാരമണിയിച്ചു എന്ന കാരണത്തിന് യൂണിയനിലെ സഹപ്രവർത്തകനായ സഖാവ് സ്റ്റാൻലിയെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ സംഘടനാ സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തി തകർക്കാനും ഭക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള യൂണിയന്റെ പ്രവർത്തനത്തെ പൊളിക്കാനും മാത്രമാണ് നമ്മുടെ 16 സഖാക്കളെ വീണ്ടും പുറത്താക്കിയിരിക്കുന്നത്. ഇതിനെതിരെ 1100 പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം ആറോൺ നിസ്സാരമാക്കി തള്ളി. മാത്രമല്ല, അത് കൊണ്ടുപോയ പ്രതിനിധികളിൽ ഒരാളായ കാന്തലോട്ട് കുഞ്ഞമ്പുവിനെ അപമാനിക്കുകയും ചെയ്തു. എല്ലാ സാമ്രാജ്യത്വ വിരോധികളും ഇന്ത്യയിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകളോടും മർദ്ദനങ്ങളോടും എതിർപ്പുള്ളവരും ഒത്തുചേർന്ന് ആറോൺ മിൽ സമരത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മർദ്ദനങ്ങളെ എതിർത്തു തോൽപ്പിക്കേണ്ടതാണ്. ഈ സമരത്തിന്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി തൊഴിലാളികളുടെ കീഴടങ്ങാത്ത നിലപാട് തന്നെയാണ്. ഓരോ ദേശാഭിമാനിയും ഇതിൽ പുളകം കൊള്ളുകയും സർവ്വവിധ സഹായങ്ങളും ചെയ്ത് അതിനെ വിജയിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ചിറക്കൽ താലൂക്കിലെ കൃഷിക്കാരും തൊഴിലാളികളും ചെയ്യുന്ന ആവേശപൂർണമായ സഹായങ്ങൾ ചക്ക, മാങ്ങ, വെള്ളരിക്ക, നാളികേരം മുതലായവയുമായി ഘോഷയാത്രയായി പാപ്പിനിശ്ശേരിയിലേക്ക് വരുന്ന കാഴ്ച ആവേശകരം തന്നെ. മർദ്ദനത്തിനും ചൂഷണത്തിനുമെതിരായി പാവങ്ങൾ പണക്കാർക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ ഒരു സമരമാണ് പാപ്പിനിശ്ശേരിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. രാവുദിക്കുന്നതിന് മുമ്പ് സഖാവിനെ മാങ്കടവിലെത്തിക്കണം. പടിഞ്ഞാറ് ഭാഗത്തുള്ള കൈപ്പാട് മുറിച്ചു കടന്നാൽ ആരെയും കണ്ണുപെടാതെ എളുപ്പത്തിലെത്താം. ആരെയും ഏൽപ്പിച്ചിരിക്കുന്നത്? അപ്പക്ക ഇന്നത്തെ ചാർജ്. എന്താപ്പേ, റെഡിയല്ലേ? സൂക്ഷിക്കണം. ഞാൻ പറയണ്ടല്ലോ. വേണ്ട.